ഹലോ ഗൈസ്, ഇപ്പം രാത്രി 10:30 ആയിട്ടുണ്ട്. നാളെ വിവേക്സിൻ്റെ ബർത്ത്ഡേ ആണ്, ജനുവരി 10. അപ്പോൾ അവൻ അറിയാണ്ട് നമ്മൾ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അവൻ അറിഞ്ഞിട്ടില്ല, അവൻ വിചാരിച്ച് ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേ മറന്നു പോയാണ്. സോ അവൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനും വിഷ്ണു പോവാണ്. അവനാണെങ്കിൽ മുകളിൽ റൂമിലുണ്ട്, അറിഞ്ഞിട്ടില്ല നമ്മൾ നടക്കാൻ പോവാണെന്നാണ് പറഞ്ഞത്. സോ എന്തെങ്കിലും ഒരു കാര്യം സെറ്റാക്കട്ടെ. ഇവിടെ അടുത്ത് തന്നെയുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഗിഫ്റ്റ് കിട്ടുമോ എന്ന് നോക്കണം. കാരണം നേരത്തെ സെറ്റാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവന് ഡൗട്ട് വരും. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇറങ്ങിയത്. കുറച്ച് മുന്നേ ഞങ്ങൾ വേറൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഡൗട്ട് തോന്നൂലേ, അങ്ങനെയാണ്. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. തണുപ്പാണ്, നടക്കാൻ പോവാമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പോൾ വിവേക്സിൻ്റെ വുഡ് ബി നമ്മളോട് ചെറിയൊരു ഫ്ലവറൊക്കെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്പാടി നമ്മളിവിടെ കേക്കിൻ്റെ സെക്ഷനിലെത്തി. സോ ഏതായാലും ഒരു കേക്ക് മേടിക്കട്ടെ ഫസ്റ്റ്. അങ്ങനെ നമ്മൾ ഇതേണ്ടേ ഗിഫ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഷർട്ട് അവന് ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വന്ന് മാറിക്കോട്ടെ. പിന്നെ ഒരു കേക്കും ഒരു ഫ്ലവർ അമ്പാടീൻ്റെ വക. ഇതെല്ലാം അമ്പാടീൻ്റെ വകയാണ്. സർപ്രൈസാണ്. ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല. ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്, വലുതായിട്ടൊന്നുമില്ല. അപ്പം നോക്കാം. അങ്ങനെ 12 മണിയാകാൻ വേണ്ടിയിട്ടൊരു 10 മിനിറ്റും കൂടെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ അതിന് മുന്നേ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് പാർക്കിൽ ഇങ്ങനെ ഇരിക്കുക. 12 മണിയാകുമ്പോൾ 12 മണിക്ക് 5 മിനിറ്റൊക്കെ ഉള്ളപ്പോഴത്തേന് ഇവിടുന്ന് പോകും. സർപ്രൈസ് ആകുമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടറിയണം. ഇപ്പം നമ്മൾ വന്നപ്പോൾ സംശയം തോന്നിയോ എന്താണെന്നൊന്നും അറിയത്തില്ല. സർപ്രൈസ് കൊടുക്കുമ്പോഴായിരിക്കും. ഞങ്ങൾ പക്ഷേ ഇത്രയും നാളായിട്ട് ബർത്ത്ഡേൻ്റെ ഒരു സൂചന പോലും കൊടുത്തിട്ടില്ലായിരുന്നു. ബർത്ത്ഡേ നമ്മൾ മറന്നിരിക്കുക എന്നുള്ളൊരു തോട്ടിലായിരിക്കും അവൻ, എൻ്റെ ചിന്തയിൽ. മേ ബി അവന് മനസ്സിലായോന്നും അറിയത്തില്ല. നമ്മൾ കൊടുക്കുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെറിയൊരു സർപ്രൈസേ കൊടുക്കുന്നുള്ളൂ. കല്യാണത്തിനാണെങ്കിൽ വലിയ സർപ്രൈസ് ഉണ്ട്. സോ ഇപ്പോൾ ചെറുതിൽ നമ്മൾ ഒതുക്കുവാണ്. കല്യാണത്തിന് വലിയ സർപ്രൈസ് അല്ലേ. അങ്ങനെ നമുക്ക് ചെല്ലാം. 11:56 അങ്ങോട്ട് പോവുകയാണ്. നോക്കാം, മെസ്സി പുഷ്പ കണ്ടു. Happy birthday to you. Happy birthday to you. Thank you. സർപ്രൈസ് ആണ്. കട്ട് ചെയ്തു. സർപ്രൈസ് ആയാ ഇല്ലേ? അമ്പാടി കൃത്യം 12 മണിയായപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാണ്. ചിക്കൻ നാണം വരുന്നു. ചിക്കൻ ഇനി സൊല്ലണം. ഓക്കെ, ബൈ. ചെറിയൊരു കേക്കാണിത്. ഹാപ്പി ബർത്ത്ഡേ വിവേക്. ലവ് ഒക്കെ അവർ വരച്ചിട്ടുണ്ട് കേട്ടോ. വിവേക്സി ഞെട്ടിയോ? അപ്പൊ ബർത്ത്ഡേ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല.
ഞങ്ങൾ അവന്റെ സർപ്രൈസ് കൊടുത്തു. അവന് എന്തായാലും മനസ്സിലായിട്ടില്ല, കുറച്ച് മനസ്സിലായിരുന്നു, പക്ഷെ ഫ്ലോപ്പ് ആയില്ല അല്ലേ വിവേക്സി? ഓക്കെ, നമുക്കെന്നാ കേക്ക് മുറിക്കാം. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കൽ ക്രമത്തിലേക്ക് നടക്കാം. അവിടെ പുറകിൽ തൂക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു, അത് വിവേക്സിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതൊന്നും ആക്കുന്നില്ല. അതാ ഹാപ്പി ബർത്ത്ഡേന്റെ പാട്ടൊക്കെ വിവേക്സി വെച്ചിട്ടുണ്ട്. ആ മുറിച്ചോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, പാട്ട് പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ വിവേക്സി, ഹാപ്പി ബർത്ത്ഡേ ടു യു. വിഷ്ണു പോ, വിഷ്ണു പോ, വിഷ്ണു. രണ്ടുപേരും ഇൻട്രോവേർട്ടുകളാണ്, രണ്ടുപേർക്ക് നാണമാണ്. വായിലൊക്കെ വെച്ചു കൊടുക്കണ. ഹേ, ഇതെന്താണ്? ഹേ, രണ്ടുപേരും എടാ ബർത്ത്ഡേ ബോയ്ക്ക് കൊടുക്കണേ. ബേസി മുഖത്ത് വെക്കണോ? കഴിക്കോ? ഓക്കെ, നാണമാ വിവേക്സിക്ക്. അമ്മച്ചി നല്ല ഉറക്കായിരുന്നു. അമ്പാടിന്റെ വക ഗിഫ്റ്റാണ്. അമ്പാടി നീ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് അമ്പാടിന്റെ വക ഗിഫ്റ്റാണ്, എല്ലാം അമ്പാടിന്റെ വകയാണ്. സർവ്വർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റണം. ഞാനും വിഷ്ണു ഒരു ഊഹത്തിന്റെ പുറത്തെടുത്താണ്. ഇവര് പാകമാകുമോ എന്താണെന്ന് അറിയത്തില്ല. അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് മാറ്റണമെങ്കിൽ. അമ്പാടി അതെല്ലാം കണ്ടതാണ്. ഞാൻ അവിടെ ചെന്നപ്പോ എല്ലാം അമ്പാടിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് എല്ലാം മേടിച്ചത്. ഉറങ്ങിയിട്ട് അവൾ അലറാം വെച്ച് എണീറ്റതാണ്. ഏട്ടായിനോടുള്ള സ്നേഹമാണോ അമ്പാടി സെലക്ട് ചെയ്ത ഫ്ലവറാണ്. കൊള്ളാം അല്ലേ? നൈസാ. എന്ത് റൊമാൻറ്റിക് ആണ് കുട്ടി. ഈ ഏട്ടായിട്ട് ഒരു റൊമാൻറ്റിക് ഇല്ലല്ലോ. അത് വലിച്ചു പറിച്ച് കീറ്. അമ്പാടി ഉറങ്ങിയിട്ടില്ല. അമ്പാടി റീൽ എടുത്തോണ്ടിരിക്കണ്ടല്ലോ, വീഡിയോ എടുത്തോണ്ടിരിക്കുക. നാളെ റീലായിട്ട് വരും. അമ്പാടിനെ കാണില്ല, അമ്പാടി ഇരുട്ടത്താണ്. അമ്പാടി ഉറങ്ങി. നാട്ടിലെ സമയത്ത് 1:30. നീ ഇവിടെ വന്നേ, എനിക്കൊരു ധൈര്യത്തിന്. എടി ഇതിൽ ഓൺ വോയിസ് കൊടുക്കരുത്. ഓൺ വോയിസ് വേണ്ട. ഇതൊക്കെ അല്ല, ഞാൻ ഡബ് ചെയ്തരാണ്. ഞാൻ ഡബ് ചെയ്തരാം. എടി എന്തുവാടി അശ്വി, ഞാൻ പറഞ്ഞൊക്കെ കിട്ടില്ലേ? ഇല്ലേ? നീ ഇതിനകത്ത് മ്യൂസിക് കേട്ടോ, ആർക്കും തിരിച്ചറിയില്ല. കേൾക്കുന്നവർക്ക് ആർക്കും മനസ്സിലാവരുത്. കട്ട് ചെയ്തോ. പെട്ടി പൊട്ടിക്കാൻ പോലും അറിയത്തില്ല ഈ ഏട്ടായിക്ക്. ഇതാണ് ഷർട്ട്. കാണിച്ചു കൊടുക്കും. നമ്മുടെ പേശയുടെ കാണിച്ചെടുക്കാതെ പേശയുടെ അമ്പാടിനെയാണ് കാണിക്കുന്നത്. ഇത് പാകമാകുമോ എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ഇട്ട് നോക്കിയിട്ട് പാകമല്ലെങ്കിൽ ജസ്റ്റ് മാറ്റണം. നമുക്ക് ബില്ലുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് അമ്പാടിന്റെ സെലക്ഷൻ ആണ്. അമ്പാടി കുറച്ചൊരു ഡാർക്ക് ഒക്കെ മനസ്സിലാക്കാൻ അവിടെ ഇല്ലായിരുന്നു. താങ്ക് യു അമ്പാടി എന്ന് പറയാം. ഇത് ഓക്കെ ആയിരിക്കും, കാരണം എക്സൽ അല്ലേ, എക്സല് കറക്റ്റാ. കട്ട് ചെയ്തോ. നല്ല ഷർട്ട് അല്ലേ? ആണോ? ഓക്കെ. ആ വിവേക്സി പറഞ്ഞോളെ, എങ്ങനെ ഉണ്ടായിരുന്നു? നീ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിക്കും സർപ്രൈസ് ആയിട്ടോ. ഷർട്ട് എങ്ങനെയുണ്ട്? അമ്പാടിന്റെ സർപ്രൈസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ കടയിൽ പോയിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ തന്നെ തിരിഞ്ഞു പോലും നോക്കാതിരുന്നു നീ കയറി വന്നപ്പോ. അങ്ങനെയാണ്. അപ്പൊ സർപ്രൈസ് എന്തായാലും സക്സസ് ആയി അല്ലേ? അതെ.
അപ്പൊ അമ്പാടിക്കാണ് ആദ്യം താങ്ക്സ് പറയണ്ടേ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ പറഞ്ഞു അമ്പാടി കണ്ടോ പൂവൊക്കെ പിടിച്ചോണ്ട് ചേട്ടൻ നിക്കുന്നത്. അപ്പൊ ഓക്കെ, ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്തു കേട്ടോ. അപ്പൊ ഓക്കെ, ബായ്. ബായ് പറ. ബൈ ബൈ ബൈ.